ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്ര ആശുപത്രിമുക്കിലാണ്. ഇവിടെ വരാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വയനാട്ടിലും കോഴിക്കോടും ദുരന്തം വിതച്ച് നിൽക്കുന്ന ദുരന്തത്തിൻ്റെ ആ ഒരു സംഭവം തളം കെട്ടി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കുണ്ട്ര ആശുപത്രിമുക്കിൽ ഒരല്പം മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാൻ ഈ വിഷ്വലിലൂടെ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പല ആൾക്കാരും ഇതിപ്പം നമുക്ക് ഓൺലൈനിൽ പണം ദുരിതാശ്വാസ അവിടത്തേക്കൊക്കെ അയക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഓരോരുത്തർ ബക്കറ്റ് പിരിവും അതുമല്ല പല രീതിയിലും ദുരിതാശ്വാസം എന്ന് പറഞ്ഞ പേരിൽ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയേക്കുകയാണ്. ഇത് ഒരു അവയർനെസ്സാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. പ്രത്യേകിച്ച് ഓരോ ഷോപ്പിൻ്റെ ഓണേഴ്സും മുതലാളിമാരും വ്യാപാരി വ്യവസായികളും അതുപോലെ ആ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളും ഈ വീഡിയോ മസ്റ്റായിട്ടും കണ്ടിരിക്കും. കാര്യം ഇത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാം. ഞാൻ ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസിയിലെ ഒരു സ്റ്റാഫാണ്. ഇന്ന് 3/8/2024 3:30 മണി സമയത്ത് എൻ്റെ സ്ഥാപനത്തിൽ ഒരാൾ വരികയും ആദ്യമേ സൗഹൃദ സംഭാഷണത്തിൽ എന്ന വണ്ണം വയനാട്ടിലെ പ്രതിസന്ധികളും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പോവുകയും 1 മണിക്കൂറിന് ശേഷം തിരികെ വന്ന് ഈ സ്ഥാപനത്തിലെ മുതലാളിയുടെ സുഹൃത്താണെന്നും മുതലാളി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് വയനാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുകയും വയനാട്ടിലേക്ക് സാറ് പറഞ്ഞിട്ട് 16,000-ഓളം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം, സാർ അത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പറയുകയും എൻ്റെ അടുത്ത് ചെയ്തു. അതിനുശേഷം 16,000 എന്നത് മാറ്റി 7,500 ഇപ്പം തരികയും സാറിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന നിലയിൽ പറയുകയും ചെയ്തു. എനിക്കൊരു സംശയം തോന്നി. ഞാൻ സാറിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തതും അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഞാനൊരു ഓഫീസ് സ്റ്റോർ ഞാനിപ്പോൾ അങ്ങോട്ട് കൊട്ടിയും കൂടെ പോവാണേ. പോയിട്ട് 6 മണി 7 മണിയാകുമ്പോൾ വരുന്നു. അതിൻ്റെ പേരെന്നാ പേര്? നമ്മളത് കൊടുത്തേക്കാം. നമുക്കെന്നാ ഒരുമിച്ച് അങ്ങോട്ട് പോവാം. 6 മണിയാകുമ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച്. ശരി. 16 പോട്ടെ. നമ്മളൊരു 16,000 രൂപ കൊണ്ടൊരു ജെയ്സൺ എന്ന് പറഞ്ഞാൽ കൊണ്ട് തരണം മേടിച്ച് വെക്കണം കേട്ടോ. 16,000 എഴുതി വെച്ചു. ജെയ്സൺ. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോകും. ശരി. ബിന്ദുജ പറയാം. വരുവാണെങ്കിലേ എഴുതി വെച്ചു 16,000 കേട്ടോ. നമുക്ക് ആദ്യ ഓഫീസിൽ ചെന്നിട്ട് ഒരുമിച്ച് പോവാം. ഞാനൊരു 5 മണിക്ക് മുമ്പായിട്ട് വരും. 5:30 ആയിക്കോട്ടെ. ബിന്ദുജ പറയാം. മോളെ ഇവിടെ ക്യാഷായിട്ട് തന്നെ ഉണ്ടെന്ന് ഇവിടെ ക്യാഷായിട്ട് തന്നെ ഉണ്ടെന്ന് നോക്കാൻ ഇവിടെ നോക്കാം. ഇത്രയും തോന്നുന്നു. ഇരിക്കുന്ന മറ്റതല്ലേ? 7,500 ഉണ്ടോ നോക്കി. 7,500 ഇരിക്കുന്നു. $7,500 ആയിക്കോട്ടെ. 16,000 രൂപ കൊണ്ടുതരും. അതിൽ നിന്ന് ഇത് കുറച്ചേച്ച് 7,500 ഇങ്ങോട്ട് തരിക. അല്ല ഒരു കാര്യം. ശരി കണ്ടോനെ പോയി ചുരം മേടിച്ചു വെച്ചാൽ മതി കേട്ടോ. മേടിച്ചു വെച്ചാൽ മതി. ഇത് ഞാൻ ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ സ്റ്റോർ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരാൾ മാസ്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും, മൂക്കിന്റെ മുകളിൽ വരെ ധരിച്ചുകൊണ്ട് ഒരാൾ ഇവിടെ വന്നു.
ധരിച്ചുകൊണ്ട് വന്നതിന് ശേഷം ആദ്യം നമ്മുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാഫിനോട് കുശലാന്വേഷണമൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് വയനാട്ടിന്റെ ചാരിറ്റി പ്രവർത്തനത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് തിരിച്ചുപോയി. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി വന്നു. അത് വീഡിയോയിൽ നിങ്ങൾക്കത് വ്യക്തമാവും. വന്നതിന് ശേഷം ജെയ്സൺ എന്നുള്ള ഒരാൾ ഈ ചാരിറ്റി പ്രവർത്തന വയനാട്ടിലെ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന രീതിയിലായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അയാൾ 17,500 രൂപയോളം, അത് വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം, 17,500 രൂപയോളം കൊണ്ടുവരും. ആ പൈസ ഇവിടുന്ന് തൽക്കാലം മേടിക്ക്, അത് മോലാളിക്ക് അറിയാം, മോലാളി എൻ്റെ ഫ്രണ്ടാണ്, മോലാളിക്ക് അറിയാം എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് സ്റ്റാഫിനോട് സംസാരിക്കുകയും സ്റ്റാഫ് അതിന് പ്രകാരം പൈസ എടുത്ത് എണ്ണുകയും ചെയ്തു. അപ്പോൾ എണ്ണിയപ്പോൾ ഉടനെ പറഞ്ഞു 10,500 വേണ്ട, 17,500 വേണ്ട, 7,500 ഇപ്പം തന്നാൽ മതി, ബാക്കി അത് ജെയ്സൺ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അത് എടുത്ത് എണ്ണി കൈവച്ച് ഉടനെ ഫോൺ എടുത്തിട്ട്, അപ്പം നമ്മുടെ സ്റ്റാഫ് എടുത്തിട്ടെങ്കിൽ ഞാൻ മോലാളി ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, ഒരു കൺഫർമേഷന് വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക്, വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു. ആ സമയത്തേക്ക് ആ പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളി നടന്ന് പെട്ടെന്ന് ഓടി ഇവിടുന്ന് മറയുകയാണ് ചെയ്തത്. അത് വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ പലവിധമായ ചീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഒരു വലിയൊരു ദുരന്തം കേരളത്തിൽ ആഞ്ഞടിച്ചു. അത് മുതലാക്കാൻ വേണ്ടി പലവിധമായുള്ള രീതിയിൽ ഇന്നലെ തന്നെ ഒരു ബക്കറ്റ് പിരിവ് പോലെ ഒരു പിരിവ് വന്നു, മെനഞ്ഞാന്ന് അല്ലാതുള്ള പിരിവ് വന്നു. ഇത് മുതലെടുക്കുക. ഇതൊക്കെ എവിടെ ചെന്ന് ചേരുന്നു, ഇത് കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ എത്തുന്നോ ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. അതിന് ഒരു നിയമവ്യവസ്ഥയോ ഒന്നും നമ്മുടെ നാട്ടിലില്ല. അപ്പം അത് എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ആൾക്കാരിൽ എത്തണം, അത് ചെയ്യണം. ഇപ്പൊ ഞാനൊരു പ്രസ്ഥാനം നടത്തുക, ഇവിടെ ഒരാള് അതിനുവേണ്ടി വരുമ്പോൾ എനിക്ക് ഒരിക്കലും തള്ളിക്കളയാനൊക്കത്തില്ല. എന്നെ കഴിയാവുന്ന ഒരു സംഭാവന അത് കൊടുത്തേ പറ്റൂ. അത് അർഹരായുള്ള ആൾക്കാരിൽ എത്തിച്ചേരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു വലിയൊരു വിഷമം വരുമ്പോൾ അത് മുതലാക്കാൻ അത് ആരെ അനുവദിക്കുന്നത് ശരിയല്ല. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പല സ്ഥാപനത്തിലും നിൽക്കുന്നവര് ബലിയാടാക്കപ്പെടും. അവിടെ സ്റ്റാഫ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുകയോ ഇടിക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ അത് ബലിയാടാക്കപ്പെടും. ഇത് പലരും മുതലാക്കപ്പെടും. അത് എല്ലാവരുടെയും, വ്യാപാരികളുടെയും സ്റ്റാഫുകളുടെയും അവർക്കൊരു അവയർനെസ്സിന് വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്.